നക്ഷത്രങ്ങൾ തമ്മിൽ
നമുക്കറിയാം, നമുക്ക്
ലോകത്തിൽ നിന്ന് ഈ പ്രദേശത്തിൽ നിന്ന് ദൂരദേശത്തേക്ക് പോകുമ്പോൾ ജോലി കിട്ടി മറുദേശത്ത് ജോലി കിട്ടി ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജീവിതത്തിൽ അർത്ഥമുണ്ട്, ജീവിക്കാനുള്ള മാർഗമായി എന്നൊക്കെ നാം ചിന്തിക്കും. പക്ഷേ അപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് ഒത്തിരി ഉണ്ട്. നമുക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടും. അങ്ങനെ ജീവിതത്തിൽ ഒന്ന് ലഭിക്കുമ്പോൾ ഒന്ന് നഷ്ടപ്പെടും. നമ്മൾ സമ്പാദിക്കുമ്പോൾ നമുക്ക് ചിലത് നഷ്ടപ്പെടും. അതുപോലെ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോഴും ഈ ലോക ജീവിതത്തിൽ ചിലർക്ക് നഷ്ടപ്പെടും. നമുക്കറിയാം, ഈ ലോക ജീവിതത്തിൽ ജീവിതം ഒരിക്കലും ശാശ്വതമല്ല. നമുക്കൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. അലക്സാണ്ടർ ചക്രവർത്തി മരണസമയത്ത് തൻ്റെ 2 കൈകളും പുറത്തേക്ക് സ്വർണ്ണത്തിൻ്റെ മുമ്പിലേക്ക് പുറത്തേക്ക് കിടക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ലോകം പടവെട്ടി നേടിയ ഒരു ചക്രവർത്തിയാണ്. പക്ഷേ ഞാൻ പടവെട്ടിയ രാജ്യവും എൻ്റെ എല്ലാ പദവികളും വീട്ടിലുള്ള അവശേഷിക്കുകയാണ്. എനിക്കൊന്നും എൻ്റെ കൂടെ കൊണ്ടുപോകാനില്ല. എത്രയോ വലിയ ആളായിരുന്നു, പക്ഷേ ഞാൻ ഈ ലോകത്ത് കിടക്കുമ്പോൾ എനിക്കൊന്നും കൊണ്ടുപോകാനില്ല. ആ ഒരു ചിന്ത നമുക്കുണ്ടാകും. നാം ആരായിരിക്കാം, പക്ഷേ നാം ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ഞാൻ സമ്പാദിച്ച ഒന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്ത നന്മകൾ, ഞാൻ പകർന്നു കൊടുത്ത ദൈവിക സ്നേഹം, ഞാൻ അനുഭവിച്ച സമാധാനം, ഞാൻ കാത്തു സൂക്ഷിച്ച എൻ്റെ വിശുദ്ധി, ഇതൊക്കെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാതെ മറ്റൊന്നും എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുപോലെ നമ്മുടെ ഈ സഹോദരനും ഒന്നും കൊണ്ടുപോകുന്നില്ല. നമുക്ക് അവശേഷിപ്പിക്കുന്നത് സ്നേഹവും സമാധാനവും വിശുദ്ധിയും സമർപ്പണവും ദൈവഭയവും ദൈവവിശ്വാസവും മാത്രമാണ്. അതുകൊണ്ട് ഈ പിതാവിനെ സഹോദരനെ നാം ശാന്തമായി ദൈവസന്നിധിയിലേക്ക് പ്രത്യാശയോടെ യാത്രയക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഈ പിതാവിനെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മുടെ ഏത് പ്രാർത്ഥന നിങ്ങൾ എടുത്തു നോക്കിക്കൂ, എപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എടുത്തു നോക്കിക്കൂ, അവിടെയൊക്കെ നാം മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതാ സഭയുടെ കൺസെപ്റ്റാണ്. സഭ എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മാത്രമല്ല, ജീവിക്കുന്നവരും ഇനി ജീവിക്കാൻ പോകുന്നവരുമായ ഒരു കൂട്ടത്തിന് വിശ്വാസികൾ സമൂഹമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരൻ്റെ ആത്മാവിനെ കൊടുക്കുന്നതോടൊപ്പം ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പകർന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന കൂടി ഞാൻ വാക്കുകളിൽ ചെയ്യുന്നതിനാൽ നിങ്ങളെല്ലാവരെയും വായിക്കും. സ്നേഹവും ഇടവയ്ക്ക് വേണ്ടി തോരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ വേദികളോടും എല്ലാവരോടുമുള്ള ഈ സ്നേഹം ദിവസത്തിൽ അറിയിക്കുകയാണ്. ഇന്നലെ ഭവനത്തിൽ വന്നുകൊണ്ട്
നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു.